കോളിംഗ് ബെൽ കേട്ട് അനിരുദ്ധ് വന്ന് വാതിൽ തുറക്കുമ്പോൾ മുന്നിൽ കർണൻ നിൽപ്പുണ്ടായിരുന്നു. നീ വാ, ചിരിച്ചുകൊണ്ട് അവനകത്തേക്ക് ക്ഷണിച്ചു. കർണൻ അവിടെയുള്ള സോഫയിൽ ഇരിക്കുമ്പോൾ അടുത്തായി തന്നെ അനിരുദ്ധും ഇരുന്നു. നീ എന്താ അത്യാവശ്യമായും ഗസ്റ്റ് ഹൗസിൽ വെച്ച് തന്നെ കാണണമെന്ന് പറഞ്ഞത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഉണ്ട്. പുറത്ത് വെച്ച് എന്തായാലും സംസാരിക്കാൻ പറ്റില്ല. ഇവിടെയാവുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇവിടെന്ത് കുഴപ്പം? നീ കാര്യം പറ. അതിനു മുൻപ് ഒരാൾ കൂടെ വരാനുണ്ട്. അയാൾ കൂടെ വന്നിട്ട് എല്ലാം പറയാം ഞാൻ. അപ്പോഴേക്കും പുറത്തൊരു കാറിന്റെ ശബ്ദം കേട്ട് എഴുന്നേൽക്കാൻ നിന്ന് അനിരുദ്ധിനെ തടഞ്ഞുകൊണ്ട് കർണൻ പുറത്തേക്ക് പോയി. കർണന്റെ പിന്നാലാകത്തേക്ക് വരുന്ന ദത്തനെ അനിരുദ്ധ് മനസ്സിലാകാതെ നോക്കിയിരുന്നു. ദത്തനോട് അവർക്ക് അഭിമുഖമായിരിക്കാൻ പറഞ്ഞിട്ട് കർണനും ഇരുന്നു. ഇവിടെ എന്താണ് നടക്കുന്നേ? ഇതാരാ? ഇത് ദത്തൻ, ജനാർദ്ദന വർമ്മയുടെ അനന്തരവൻ. അയാളുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ നിന്നെ ആലോചിച്ചതും നീയുമംഗലുമായിട്ട് പിണങ്ങാനൊക്കെ കാരണമായത്? അതെ. ഇപ്പൊ ഇയാൾ എന്തിനാ വന്നിരിക്കുന്നേ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എനിക്കറിയാം നിനക്കൊന്നും മനസ്സിലാവില്ലെന്ന്. പക്ഷെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും നമ്മൾ അന്വേഷിച്ച് നടന്ന പല ചോദ്യത്തിൻ്റെയും ഉത്തരം. കണ്ണൻ അത് പറഞ്ഞ ശേഷം കഴിഞ്ഞ ദിവസം ദത്തൻ വീട്ടിൽ വന്നതും അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഒരു നെടുവീർപ്പോടെ പറഞ്ഞു തീർക്കുമ്പോൾ അനിരുദ്ധ് ദേഷ്യത്തിൽ വിറച്ചു. കർണ, സത്യമെല്ലാം അറിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അവനെ അങ്ങ് തൂക്കുവല്ല വേണ്ടയുള്ളൂ. എനിക്ക് ആ പന്ന മോനെ, അവൻ്റെ മോളെയും ഇപ്പോൾ തന്നെ കണ്ടു കൊല്ലാനുള്ള കലിയുണ്ട്. ഇന്നലെ ദത്തൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് നേരെ പോയി കൊല്ലാനായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തില്ല. കാരണം അത്ര എളുപ്പത്തിൽ ചാവേണ്ടവർ അല്ല. എൻ്റെ അച്ഛനും അനുവും അനുഭവിച്ച അതേ വേദന അല്ല, അതിനേക്കാളേറെ വേദന അനുഭവിച്ച് തന്നെ മരിക്കണം രണ്ടും. എങ്കിലേ എൻ്റെ അച്ഛൻ്റെയും അനുവിൻ്റെയും ആത്മാവിന് ശാന്തി കിട്ടൂ. കർണ, നിനക്ക് എന്ത് ഹെൽപ്പിനും ഞാൻ കൂടി ഉണ്ടാവും. കാരണം നിന്നെ പോലെ എനിക്കും അയാളോട് കണക്ക് ചോദിക്കാനുണ്ട്. എൻ്റെ അച്ഛൻ, പിന്നെ അനു. ദത്തൻ അവനെ നോക്കി പറഞ്ഞു. പറയടാ, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ആ പന്ന മോനെയും ആ മോളെയും എവിടുന്നായാലും പൊക്കിക്കൊണ്ട് മുന്നേ ഇട്ട് തന്നിരിക്കും ഞാൻ. അനിരുദ്ധ ദേഷ്യത്തെ തന്നെ കർണനെ നോക്കി പറഞ്ഞു. എനിക്കവളെ, സുപ്രിയയെ വേണം. ആദ്യം അവളുടെ മരണം വേണം എനിക്ക് കാണാൻ. എൻ്റെ അനുവിനെ അവളുടെ തന്തയ്ക്ക് കൊണ്ടിട്ട് കൊടുത്ത ശേഷം അയാൾ ആ പന്നമോൻ പിച്ചി ചീന്തി നശിപ്പിക്കുമ്പോൾ മാറി നോക്കി രസിച്ചു ആ പന്നമോൾ. അവളെൻ്റെ ഈ കരങ്ങളിൽ കിടന്ന ജീവന് വേണ്ടി പിടഞ്ഞു പിടഞ്ഞു മരിക്കണം. അത് വേണം എനിക്ക് ആദ്യം കാണാൻ. അവളെ നിന്റെ മുന്നിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു കർണ. ദത്തൻ അത് കർണനെ നോക്കി പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ ക്രോധത്താൽ തിളങ്ങി. തൻ്റെ അച്ഛൻ്റെയും അനുവിൻ്റെയും നാശത്തിന് കാരണമായവരുടെ പതനം അത് തൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ അധികം വൈകാതെ നടക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിൽ. പല്ലവി വരുമ്പോൾ കർണൻ മിത്തുമോളെ ഉറക്കി കട്ടിലിൻ്റെ ഓരം ചേർത്ത് ഭദ്രമായി മൂടി പുതപ്പിച്ച് കിടത്തി. പല്ലവി വാതിൽ കുറ്റിയിട്ട് അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അമ്മ കഴിച്ചോ എന്തേലും? ഏട്ടനുച്ചയ്ക്ക് നിർബന്ധിച്ച് കുറച്ച് കഴിപ്പിച്ചില്ലേ? അത് തന്നെ. പിന്നെ ഇപ്പം ഞാൻ ഒരുപാട് നിർബന്ധിച്ചിട്ടാ രണ്ടുരുള ചോറെങ്കിലും കഴിച്ചത്. അച്ഛനും അതേപോലെ തന്നെ. അമ്മയ്ക്ക് മുൻപിൽ വന്നില്ല. അമ്മയുടെ സങ്കടം കാണാൻ വയ്യെന്ന് പറഞ്ഞു. അച്ഛനും ഒതുങ്ങിക്കൂടിയിരിക്കുക. മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ തന്നെ. കണ്ടിട്ട് സഹിക്കണില്ല എനിക്ക്. ഇത്രയും നാൾ സത്യമൊന്നും അറിഞ്ഞില്ല. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതെല്ലാവരെയും ഒരുപോലെ തളർത്താൻ ശേഷിയുള്ളതായി മാറി. പല്ലവിയൊന്നും മിണ്ടാതെ മൗനമായിരുന്നു. ഏറെ നേരം അവർക്കിടയിൽ മൗനം മാത്രമായി മാറി. അതിന് വിരാമമിട്ടുകൊണ്ട് പല്ലവി തന്നെ അവനെ വിളിച്ചു. കണ്ണേട്ടാ. കർണൻ അവളെ ഒന്ന് നോക്കി. കിടന്നാലോ നമുക്ക്? ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ചാൽ വീണ്ടും സങ്കടം കൂടുകയേ ഉള്ളൂ. പല്ലവി മിത്തുമോളോട് ചേർന്ന് കിടക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്ത് കർണനും അവൾക്കൊപ്പം കിടന്നു. പല്ലവി. കർണൻ അവളെ വിളിച്ചതും അവൾ അവനെ തിരിഞ്ഞൊന്ന് നോക്കി. എന്നെ കെട്ടിപ്പിടിച്ച് കിടക്കാവോ നീ? കർണൻ അത് ചോദിക്കേണ്ട താമസം അവൾ അവനെ അവളിലേക്ക് ചേർത്ത് മുറുകെ കെട്ടിപ്പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ ചുണ്ടുകൾ ചേർത്തു. അവളിലെ നിശ്വാസങ്ങൾ അവനിൽ മറ്റൊരു ലഹരി പടർത്തി. അവനും അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തിക്കൊണ്ട് കണ്ണുകൾ അടച്ച് നിദ്രയെ പുലുകി. അപ്പോഴും അവൾ ഉറങ്ങാതെ അവൻ്റെ നെഞ്ചിൽ അവളുടെ ചുണ്ടുകൾ കൊണ്ട് മുദ്ര പതിപ്പിച്ചുകൊണ്ടേയിരുന്നു. എത്ര തന്നെ അവൻ്റെ നെഞ്ചിൽ ചുംബിച്ചിട്ടും മതി വരാത്തതുപോലെ. രാവിലെ തന്നെ സുപ്രിയ ഫുഡ് കഴിക്കാനായി ടേബിൾ മുന്നേ വന്നിരിക്കുമ്പോൾ ജനാർദ്ദനും ഉണ്ടായിരുന്നു. എന്നാൽ അവളെ കണ്ടിട്ടും കഴിക്കാൻ കൊടുത്ത ഫുഡ് മാറ്റിവെച്ച അയാൾ എന്തോ ആലോചനയിലായിരുന്നു. സുപ്രിയ അയാൾക്ക് ഓപ്പോസിറ്റ് ഇരുന്ന ശേഷമുള്ള ഒരു പ്ലേറ്റ് എടുത്ത് വെച്ച് അതിൽ 2 ചപ്പാത്തിയും മുട്ടക്കറിയും എടുത്തു വെച്ച് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് ജനാർദ്ദനൻ ഫുഡ് കഴിക്കാതെ എന്തോ ആലോചിച്ചിരിക്കുന്നതായി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്.
എന്താ ഡാഡ്, എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നു. എന്തേലും പ്രോബ്ലം ഉണ്ടായോ? എനിക്കെന്തോ മഹേശ്വരിയും ദത്തനും നമ്മളിൽ നിന്നും എന്തൊക്കെയോ മറക്കുന്ന പോലെ. പെട്ടെന്ന് എന്താ ഡാഡിക്ക് അങ്ങനെ തോന്നാൻ? അന്ന് ഹോസ്പിറ്റൽ പോയി കാണുമ്പോൾ ദത്തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് ചോദിച്ചപ്പോൾ ഒരു മാറ്റവുമില്ല. വീണ്ടും അങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായെങ്കിലും അവൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടിയില്ലെന്നല്ലേ മഹേശ്വരി പറഞ്ഞത്? അതെ, എന്നാൽ ഞാൻ ഇന്നലെ ദത്തനെ കണ്ടിരുന്നു. ഡാഡ് ഏട്ടനെ കണ്ടെന്നോ? എവിടെ വെച്ച്? ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞില്ലേ, ആ കാര്യത്തിന് വേണ്ടി പോയിട്ട് വരുമ്പോൾ ദത്തൻ സ്വയം കാർ ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് കണ്ടത്. ഒപ്പം ഫോണിൽ അവൻ ആരോടോ സംസാരിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ പിന്നാലെ തന്നെ വിട്ട ഞാൻ, ബട്ട് ആ നശിച്ച ബ്ലോക്കിൽ അവനെ മിസ്സായി. പിന്നെ അവൻ എങ്ങോട്ട് പോയെന്നൊരു പിടിയും കിട്ടിയില്ല. ഡാഡ്, ഇനി ആള് മാറിയതാണോ? അത് ചിലപ്പോൾ ഏട്ടനല്ലെങ്കിലോ? ആൻറ്റി എന്തായാലും എന്നോടും ഡാഡിനോടും ഒരിക്കലും കള്ളം പറയില്ല. അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം ഏട്ടനേക്കാൾ എന്നെയും ഡാഡിനെയും ആ ആൻറ്റിക്ക് കൂടുതൽ വിശ്വാസം. എനിക്കാള് മാറിയിട്ടില്ല. ദത്തനെ കണ്ടാൽ എനിക്കറിയില്ലേ? മഹേശ്വരിക്ക് നമ്മളോടുള്ള വിശ്വാസം തകർക്കാൻ അവന് ദത്തനിപ്പോൾ കഴിയുമെന്ന കാര്യം നീ മറന്നുപോയോ? അവൻ്റെ അന്നത്തെ അവസ്ഥയ്ക്കും അവൻ്റെ തന്തയുടെ മരണവുമെല്ലാം എൻ്റേതായിരുന്നു എന്ന് അവൻ്റെ ഓർമ്മ നഷ്ടമാവുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ പിന്നെ തിരിച്ചവനിലെ ഓർമ്മ കിട്ടിയാൽ അവൻ സത്യങ്ങൾ മഹേശ്വരിയോട് പറയാതിരിക്കില്ലേ പറയും. അതറിയുമ്പോൾ തീർച്ചയായും നമ്മുടെ നാശമായിരിക്കും അവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി അവൻ്റെ ഓർമ്മ ഇപ്പോഴും തിരികെ വന്നില്ലെന്ന് കള്ളം പറഞ്ഞതാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ ഡാഡ്, നമ്മൾ സൂക്ഷിക്കണം. ആൻറ്റി വെറുതെ ഇരിക്കില്ല, എന്തിനും മടിക്കില്ല, കൊല്ലാൻ പോലും. മഹേശ്വരിയല്ല പേടിക്കേണ്ടത്, അവനെ, ആ കർണനെയാ പേടിക്കേണ്ടത്. അവൻ്റെ തന്തയുടെയും മറ്റാളുടെയും മരണം നമ്മൾ കാരണമാണെന്നറിഞ്ഞ അവൻ അടങ്ങിയിരിക്കില്ല. അവൻ നമ്മുടെ സർവനാശം വിതയ്ക്കും. അന്നത്തെ ദത്തൻ്റെ ആ പോക്ക് കർണൻ്റെ അടുത്ത് സത്യങ്ങൾ പറയാൻ പോയതാണോ എന്നാണ് എൻ്റെ സംശയം. കർണൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ അടങ്ങിയിരിക്കില്ല. അപ്പോൾ തന്നെ ഇവിടെ എത്തിയേനെ നമ്മുടെ കാലനായി. എന്തായാലും സൂക്ഷിക്കണം. തൽക്കാലം നീ ഇന്ന് തന്നെ മഹേശ്വരിയുടെ വീട് വരെ പോയിട്ട് വാ. സംശയിക്കത്തക്ക രീതിയിൽ എന്തേലും മാറ്റം മഹേശ്വരിയിൽ തോന്നിയാൽ ശ്രദ്ധിക്കണം. കൂടാതെ ദത്തൻ അവിടെ തന്നെ ഉണ്ടായേക്കാം. ഓക്കെ ഡാഡ്, അത് ഞാൻ ഏറ്റു. എന്തായാലും ഞാൻ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇറങ്ങുക. എന്തുണ്ടെങ്കിലും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഡാഡിനെ വിളിക്കാം. അത്രയും പറഞ്ഞ് സുപ്രിയ പോകുമ്പോൾ മനസ്സിൽ പലതും കണക്ക് കൂട്ടുകയായിരുന്നു ജനാർദ്ദന വർമ്മ. കർണൻ പുറത്തേക്ക് പോകാൻ റെഡിയാവാൻ തുടങ്ങിയതും അങ്ങോട്ടേക്ക് പല്ലവി വന്നു. മിത്തുമോൾ ബെഡിലിരുന്ന് ആ സമയം കളിക്കുമായിരുന്നു. അവളെ ഒന്ന് നോക്കിയിട്ട് പല്ലവി കർണനെ നോക്കി. ഒരു ബ്ലാക്ക് ജീൻസും ബ്ലാക്ക് ഷർട്ടുമാണ് വേഷം. ഷർട്ടിലെ ബട്ടൺസ് ഇടുന്നതേ ഉള്ളൂ. കണ്ണേട്ടൻ ഇന്ന് ഓഫീസില്ലല്ലോ, പിന്നെ ഇതെങ്ങോട്ടാ രാവിലെ തന്നെ? അതൊക്കെയുണ്ട്, തൽക്കാലം നീ വന്ന് ഈ ഷർട്ട് ഇടാൻ സഹായിക്ക്. അത്രയും പറഞ്ഞ് കർണൻ പല്ലവിയുടെ കയ്യിൽ പിടിച്ച് നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് പറഞ്ഞു, ദേ, ഈ 2 ബട്ടൺസ് ഇടാനാണോ പാട്? കണ്ണേട്ടൻ ഞാൻ വരും മുന്നേ സ്വയം തന്നെയല്ലേ ഇട്ടേ, അതുപോലെ ഇപ്പോഴും ഇട്ടാൽ മതി. അപ്പോഴത്തെ പോലെയല്ലല്ലോ ഇപ്പോൾ, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. അത്രയും പറഞ്ഞ് കണ്ണൻ സ്വയം ബട്ടൺസ് അഴിച്ചു കളഞ്ഞു. കണ്ണേട്ടൻ ഇതെന്താ കാണിക്കുന്നേ? ഞാൻ പോകുക. മിത്തുമോൾക്ക് ഫുഡ് കൊടുക്കണം. അതൊക്കെ കൊടുക്കാം. എൻ്റെ ഈ ബട്ടൺസ് ഇട്ട് തന്നിട്ട് മോൾക്കുള്ള ഫുഡ് കൊടുത്താൽ മതി. അത്രയും പറഞ്ഞിട്ട് വീണ്ടും അവനിൽ നിന്ന് മാറിപ്പോവാൻ നിന്ന് അവളെ നെഞ്ചിലേക്ക് അടുപ്പിച്ച് നിർത്തി. കണ്ണേട്ടാ, വിടുന്നുണ്ടോ? മിത്തുമോൾ ഉള്ളതാ. അവൾ ഇതൊന്നും ശ്രദ്ധിക്കുന്ന കൂടിയില്ല. കണ്ടോ, ഫുള്ളാ പാവയെ എങ്ങനെ നശിപ്പിക്കണം എന്ന റിസർച്ചിലാണ് ആള്. കർണൻ അത് പറയുമ്പോൾ പല്ലവി മിത്തുമോളെ ഒന്ന് നോക്കി. അവൻ പറഞ്ഞത് ശരിയാണ്. മിത്തുമോൾ ആ പാവയെ അവളുടെ കൊച്ചരി പല്ലുകൾ കൊണ്ട് കടിച്ചു വലിക്കുന്നുണ്ട്. അത് കണ്ടതും അവൾക്ക് ചിരി വന്നു. കണ്ടല്ലോ അവളുടെ ശ്രദ്ധ എന്തിലാണെന്ന്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇട്ട് തരുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. കർണൻ അത് പറയുമ്പോൾ പല്ലവി അവനെ കണ്ണു കൂർപ്പിച്ച് നോക്കിയ ശേഷം ആ ബട്ടൺസ് ഇടാൻ തുടങ്ങി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. ബട്ടൺസ് എല്ലാം ഇട്ട ശേഷം അവനിൽ നിന്നും അകന്നു മാറാൻ പോയവളെ ഇടുപ്പിലൂടെ പിടിച്ച് വീണ്ടും ചേർത്ത് നിർത്തി. ഇനി എന്താ? അവൾ കണ്ണു കൂർപ്പിച്ച് ചോദിച്ചു. അതിനുള്ള ഉത്തരം അവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ ചുണ്ടുകളിൽ തൊട്ട് കാണിച്ചതും പല്ലവി നാണത്താൽ അവനെ നോക്കി ഒരു കള്ള ചിരിച്ചുകൊണ്ട് മുഖം പൊത്തി. കർണൻ അവളുടെ മുഖത്ത് നിന്നും ആ കരങ്ങൾ അടർത്തി മാറ്റിക്കൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് ഊതിയതും അവൾ വീണ്ടും നാണത്താൽ അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് ഒളിപ്പിച്ചു. കർണൻ ബലമായി അവളുടെ മുഖം പിടിച്ചുയർത്തി അവളുടെ കഴുത്തിൽ മൃദുവായി അവൻ്റെ ചുണ്ടുകൾ ചേർത്തു. അവളൊന്ന് പിടഞ്ഞുകൊണ്ട് വീണ്ടും അവനിലേക്ക് ചേരുന്നതിന് മുൻപേ അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കിയിരുന്നു.
അവളിലെ ചുണ്ടുകളിൽ ഓരോ പ്രാവശ്യം അവൻ്റെ ചുണ്ടുകൾ പതിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ലഹരി അവനിലേക്ക് പടർന്നു കയറും പോലെ തോന്നി. ഒരുപാട് നേരം അവളുടെ ചുണ്ടുകളെ മോചിപ്പിക്കാനാവാതെ അവൻ അവളെ ചുംബിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. ഏറെ നേരം കഴിഞ്ഞ് അവളിൽ നിന്നും അവൻ വിട്ടുമാറി അവളെ നോക്കുമ്പോൾ അവനെ നോക്കാൻ കഴിയാത്ത വിധം അവളുടെ ഹൃദയതാളം തുടിക്കാൻ തുടങ്ങി. അവൻ അത് കണ്ടൊന്ന് ചിരിച്ച ശേഷം ബെഡിലേക്ക് നോക്കുമ്പോൾ കയ്യിലിരുന്ന കളിപ്പാട്ടം എവിടേക്കോ വലിച്ചെറിഞ്ഞ് കർണനെയും പല്ലവിയെയും തന്നെ ആ കുഞ്ഞു ഉണ്ട കണ്ണുകൾ ഉരുട്ടി നോക്കിക്കൊണ്ടിരുന്നു മെത്തുമോൾ. കർണൻ അവൻ്റെ കരങ്ങൾക്കുള്ളിലേക്ക് കോരിയെടുക്കുമ്പോഴും അവനെ കണ്ണുരുട്ടി തന്നെ നോക്കുന്നുണ്ട്. കർണനൊന്ന് ചിരിച്ചുകൊണ്ട് അവരുടെ രണ്ട് കവിളിലും മാറി മാറി ചുണ്ടുകൾ ചേർത്തതും തനിക്ക് തരാതെ പല്ലവിക്ക് ഉമ്മ കൊടുത്തതിലുള്ള പരിഭവം മാറി ആ കുഞ്ഞു ചുണ്ടിൽ ചിരി വിരിഞ്ഞു. നീ ആള് കൊള്ളാലോടി കള്ളിപ്പെണ്ണേ, അസൂയ ഒട്ടുമില്ലല്ലേ? അത്രയും പറഞ്ഞ് അവളുടെ വയറ്റിൽ അവൻ്റെ താടി രോമം കൊണ്ട് ഇക്കിളി കിട്ട ശേഷം വീണ്ടും അവളുടെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. അപ്പോഴേക്കും വീണ്ടും എത്തുമ്പോൾ അവളുടെ കൊച്ചരി പല്ലുകൾ കാണിച്ച് ചിരിക്കാൻ തുടങ്ങി. അല്ല മോളെന്താ ഇവിടെയൊക്കെ? മുന്നിൽ നിൽക്കുന്ന സുപ്രിയയെ നോക്കി മഹേശ്വരി പറഞ്ഞു. അതെന്താ, എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ? നിനക്ക് എപ്പോൾ വേണമെങ്കിലും വരാലോ. എന്നാൽ നിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടേ കുറേ ആയില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ ഞാൻ. മനഃപൂർവ്വം വരാത്തതല്ല ആൻറ്റി, അന്നത്തെ ഏട്ടൻ്റെ അവസ്ഥ കാണാൻ വയ്യാത്തതുകൊണ്ട് വരാതിരുന്നതാ. അതിന് മഹേശ്വരി ഒന്ന് മൂളി. അന്ന് ഹോസ്പിറ്റൽ വന്ന് ഏട്ടനെ കണ്ടിട്ട് പോയത് ശേഷം എന്തോ വല്ലാത്ത സങ്കടം പോലെ. ഇന്നലെ തൊട്ട് ഏട്ടനെ പോയി കാണണം എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ രാവിലെ ആയപ്പോൾ തന്നെ ഇങ്ങനെ പോകുന്നത്. അല്ല, ഏട്ടന് ഇവിടെ ഇല്ലേ? അവൻ എവിടെ പോകാനാ? ഒറ്റയ്ക്ക് യാത്ര പോകാനൊന്നും കഴിയില്ലല്ലോ. അത് ഞാൻ മറന്നു. ഏട്ടൻ റൂമിലാണോ? അവൻ റൂമിലാ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, മോള് വാ. മഹേശ്വരിക്ക് പിന്നെ സുപ്രിയദത്തൻ്റെ റൂമിലേക്ക് ചെന്നു. അവിടെ എത്തുമ്പോൾ അവൻ കിടക്കുവായിരുന്നു. ഏട്ടനെപ്പോഴും കിടപ്പാണോ? രാവിലത്തെ മെഡിസിൻ കഴിച്ചിട്ട് കിടന്നതാ. എണീക്കാൻ ലേറ്റ് ആവുമോ? ചിലപ്പോൾ ലേറ്റ് ആവും, ഇല്ലെങ്കിൽ നേരത്തെ എണീക്കും. സുപ്രിയ ആ റൂം മൊത്തം കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. മുൻപ് ഇതിനകത്ത് കയറുമ്പോൾ ഫുൾ വലിച്ചു വാരി ഇട്ടേക്കുന്നതാണ് കാണുന്നത്. ഇപ്പോൾ എല്ലാം നന്നായി തന്നെ ഇരിക്കുവാണല്ലോ. ഇപ്പോൾ അവൻ പഴയ പോലെ ബഹളം ഉണ്ടാക്കാറില്ല. എപ്പോഴും എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടിയിരിക്കും, ഒന്നും മിണ്ടാറുമില്ല. എല്ലാം ശരിയാവും. ആൻറ്റിയുടെയും എൻ്റെയും അച്ഛൻ്റെയും ഒക്കെ നല്ല മനസ്സും പ്രാർത്ഥനയും കൊണ്ട് ഏട്ടന് വേഗം തന്നെ സുഖമായിക്കോളും. അവൻ എത്രയും വേഗം പഴയ പോലെ ആവണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നത്. എല്ലാം വേഗം നടക്കൂ ആൻറ്റി. ആൻറ്റി വിഷമിക്കേണ്ട. എങ്കിൽ ഞാൻ ഇറങ്ങുക. പിന്നെ ഒരു ദിവസം അച്ഛനെയും കൂട്ടി വരാൻ കേട്ടോ. ശരി. അത്രയും പറഞ്ഞ് വീണ്ടും അവിടേക്കൊന്ന് കണ്ണോടിച്ച ശേഷം സുപ്രിയ അവിടെ നിന്നും പോയിരുന്നു. അവൾ പോയി കഴിഞ്ഞ് മഹേശ്വരി ഡോറടച്ച് തിരിഞ്ഞതും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് അത്തനെയാണ് കണ്ടത്. അവൾ പോയോ? ഇപ്പോൾ പോയതേ ഉള്ളൂ. ഞാനൊന്ന് പേടിച്ചു റൂമിൽ വരുമ്പോൾ അവൾ സത്യമല്ലോ മനസ്സിലാക്കുമോ എന്ന്. ഞാൻ മുകളിൽ നിന്നപ്പോൾ കണ്ടിരുന്നു അവളുടെ കാറ്. അവൾ വന്ന സ്ഥിതിക്ക് റൂമിൽ വരാതെ പോകില്ലെന്ന് അറിയാമായിരുന്നു. അതാ ഉറങ്ങുന്നതായി നടിച്ചു കിടന്നത്. പെട്ടെന്ന് എന്തു പറ്റി അവൾക്കിടെ വന്ന് നിന്നെ കാണാൻ തോന്നാൻ? അതാ ഞാൻ ആലോചിക്കുന്നത്. അമ്മയ്ക്കപ്പോൾ മനസ്സിലായില്ലേ? അവൾക്കും അയാൾക്കും സംശയം തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ അയാൾ കണ്ടോ എന്നൊരു സംശയം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ലേ? അയാളെ കണ്ടതുകൊണ്ടാണ് സിഗ്നലിൽ പോലും വണ്ടി നിർത്താതെ ഞാൻ പോയത് തന്നെ. ഇവളുടെ ഈ വരവ്, അതിനർത്ഥം അയാൾ എന്നെ അന്ന് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെയും അമ്മയെയും വാച്ച് ചെയ്യാൻ മോളെ പറഞ്ഞു വിട്ടതാ ആ പന്ന മോൻ. എന്തായാലും ഇനി ശ്രദ്ധിക്കണം. സംശയം തോന്നിയ സ്ഥിതിക്ക് നിന്റെ മേലെ അയാളുടെയും അയാളുടെ ആൾക്കാരുടെയും കണ്ണുണ്ടായിരിക്കും. എന്തായാലും ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല ഒന്നും. അത്രയും പറഞ്ഞ് ദത്തൻ മുകളിലേക്ക് പോയി. ഈ സമയം അനിരുദ്ധിൻ്റെ ഓഫീസിൽ കർണനുണ്ടായിരുന്നു. ദത്തൻ, അവളെ എങ്ങനെ ഇപ്പോൾ പോകുന്ന പറഞ്ഞേ? മഹേശ്വരി ആൻറ്റി വഴിയാ അവൾക്കുള്ള സ്കെച്ച് ഇട്ടേക്കുന്നെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും കർണൻ്റെ ഫോൺ ബെല്ലടിക്കാൻ തുടങ്ങി. ആരാ വിളിക്കുന്നേ? അനിരുദ്ധ് കർണനെ നോക്കി ചോദിച്ചു. ദത്തൻ, അവനൊരു ചിരിയോടെ പറഞ്ഞിട്ട് ഫോൺ എടുത്തു. കർണ, ഞാനാ ദത്തൻ. എന്തായി കാര്യങ്ങൾ? അവളെ കിട്ടിയോ? അവൾ കുറച്ചു മുൻപ് വന്നിരുന്നു. അച്ഛനും മോൾക്കും എൻ്റെ കാര്യത്തിൽ സംശയമുള്ളതുപോലെ. എങ്കിൽ പിന്നെ അവളെ നിനക്കോ ആൻറ്റിക്കോ കിട്ടുന്നത് തോന്നുന്നുണ്ടോ? എന്തായാലും സംശയം വന്ന സ്ഥിതിക്ക് ഇനി പതുങ്ങിയിരുന്നിട്ട് കാര്യമില്ല. ഞാൻ തന്നെ ഇറങ്ങുക അവൾക്കുള്ള വല വിരിച്ച്. അവൾ കുറച്ചു മുന്നേ പോയതേ ഉള്ളൂ, അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. ഞാൻ അവളെയും കൊണ്ട് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ ടൈമിലുണ്ടായിരിക്കും. എന്നാൽ ഈ സമയം സുപ്രിയയ്ക്ക് വേണ്ടി സഞ്ജയുടെ ആളുകളും കാത്തിരിക്കുമായിരുന്നു. കർണൻ ഫോൺ വെച്ചിട്ട് അനിരുദ്ധിനെ നോക്കി. എന്താടാ, ആ പന്ന മോളെ കിട്ടിയോ? കിട്ടും. അത്രയും പറഞ്ഞിട്ട് ദത്തൻ പറഞ്ഞതൊക്കെ പറയുമ്പോൾ കർണനെ പോലെ അവരുടെ മരണം കാണാൻ അനിരുദ്ധും ആഗ്രഹിച്ചു.
സുപ്രിയ കണ്ണുകൾ വലിച്ചു തുറക്കുമ്പോൾ മുന്നിൽ ഇരുട്ട് നിറഞ്ഞിരുന്നു. കൈയും കാലും അനക്കാൻ പറ്റാത്ത വിധം കൂട്ടിക്കെട്ടിയിരിക്കുന്നു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചിട്ട് കുറച്ചു മുന്നേ ഉള്ള കാര്യങ്ങൾ ഓർത്തു. കാറ് പാർക്ക് ചെയ്ത് ഹോട്ടലിലേക്ക് കയറാനാഞ്ഞതും ആരോ പിന്നിൽ നിന്ന് മുഖം പൊത്തിയിരുന്നു. അപ്പോൾ തന്നെ തന്നിലെ ബോധം നഷ്ടമായതുകൊണ്ട് പിന്നീടുള്ളതൊന്നും ഓർമ്മയില്ലായിരുന്നു. സുപ്രിയ ഇരുട്ട് റൂമിൽ കിടന്ന് അലറി വിളിച്ചു. അപ്പോഴേക്കും ഇരുട്ടിനെ മറച്ചുകൊണ്ട് ആ മുഖം അവൾക്ക് മുന്നിലായി വ്യക്തമായി. മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവളൊന്ന് പേടിച്ചുകൊണ്ട് അവൻ്റെ പേര് ഉരുവിട്ടു.